ഹേ ഗായ്സ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പം രാവിലെ തന്നെ ഞാൻ കുളിച്ചൊരുങ്ങി എവിടെ പോകാൻ നിൽക്കാമെന്നായിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നത്. അത് വഴിയേ പറയാം എവിടെ പോകാൻ നിൽക്കാമെന്ന്. എന്തായാലും കുറേ കാലം പോകണമെന്ന് ആഗ്രഹിച്ചൊരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. അച്ഛനും അമ്മയൊക്കെ ലീവിന് വന്നിട്ടുണ്ട്. സോ അന്നേരം അവർക്കും പോകണമെന്ന് പറഞ്ഞു, എനിക്കും പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടാണെങ്കിലും പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഇന്നെന്തായാലും പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പം സമയം ഏകദേശം ഒരു 7:15 ആയിട്ടുണ്ടാവും രാവിലെ. അപ്പം 8:30 വേണം പോകാൻ വേണ്ടിയിട്ട്. കുക്കു എണീറ്റിട്ടില്ല. എന്തായാലും 8 മണി ഒക്കെ ആകുമ്പോഴേ എണീറ്റിട്ട് റെഡി ആവുള്ളൂ. സോ ഞാൻ ഏകദേശം റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും, ഞാൻ ഇത് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. നല്ല രസമല്ലേ ഈ ടോപ്പ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹായ് ഗൈസ്, ഞാൻ നേരത്തെ 8 മണിക്ക് എഴുന്നേറ്റിട്ടോ. 8 മണിക്ക് എഴുന്നേറ്റിട്ട് കുളിച്ച് വൃത്തിയായിട്ട് നിങ്ങളും ഫ്രണ്ടിൽ വരാമെന്ന് വെച്ചു കേട്ടോ. ഞാനും അമ്പലത്തിലേക്ക് എവിടെയാണ് പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ തിരുനെല്ലി പോകണം. അപ്പം അമ്മയും അച്ഛനൊക്കെ ലീവിന് വന്നിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞ് അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ ഞാനും വിചാരിച്ചെന്നാൽ പോവാമെന്ന് വിചാരിച്ചു. ദിവ്യ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അപ്പം ഇനി പോകുന്ന വീഡിയോ കുറച്ച് കുറവായിരിക്കും, കാരണം വീഡിയോ ഫോണിൽ ചാർജ് കുറവാണ്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചയിൽ കാണാം. ഞാൻ തിരുനെല്ലിയിൽ ഒരു 12 കൊല്ലം മുന്നേ പോയത്, പിന്നെ ഞാൻ അതിൽ തിരുനെല്ലി പോയിട്ടില്ല. അപ്പം പോകുന്ന കാഴ്ചയിൽ കാണാം. ഓക്കെ, അത് ഞാൻ മുടക്കി കൂത്തിയതാ. അപ്പം ഇതാ അമ്മ, ചെറുക്കൻ, ദിവ്യ, അച്ചായ വണ്ടി എടുക്കാൻ പോയി. അച്ചായനെ കാണിക്കാം. ഞങ്ങൾ ഐശ്വര്യമായിട്ട് അമ്പലത്തേക്ക് പോകണം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ മാനന്തവാടി എത്തിയില്ല. മാനന്തവാടിക്ക് പോകാൻ നിൽക്കുന്നുള്ളൂ. സമയം വൈകി 9:30 എങ്ങാനായെന്ന് തോന്നുന്നു. ഇനിയിപ്പം ഇവിടെ നിന്ന് വേണം പോകാൻ. എനിക്ക് എത്ര മണിക്ക് അമ്പലം പൂട്ടുന്നതെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ ആദ്യമായിട്ടൊന്നല്ല, അറിയാത്ത പ്രായത്തിൽ പോയത്. അവളെ കാണുന്നില്ല. അച്ഛൻ അമ്മയും ബേക്കിൽ ഇരിക്കുന്നുണ്ട്. ഗായ്സ്, ഞങ്ങൾ മാനന്തവാടി സ്റ്റെക്കായതല്ല, മാനന്തവാടി അമ്പു എന്ന മഹാൻ വണ്ടി എന്തോ കാറ്റടിക്കാനോ ഹെൽമെറ്റ് എടുക്കാനോ അങ്ങനെ എന്തോ പോയേക്കുക. ഹെൽമെറ്റ് എന്തോ പറ്റിയിട്ട്. അപ്പം അവനെയും കാത്ത് നിൽക്കുവാണ്. നിങ്ങളുടെ ബ്ലോഗ് കഴിഞ്ഞോ? അവിടെ എടുത്തോണ്ടിരിക്കുവാടാ. ഗൈസ്, അപ്പം നമ്മൾ തിരുനെല്ലി അമ്പലത്തിൽ എത്തിയിരിക്കുന്നു. ഇവിടെ എവിടെയോ പോയായിരുന്നു, ചേട്ടൻ്റെ കട ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, വലിയ കുഴപ്പമില്ല. നല്ല വെയിലുണ്ട്. വെയിലായിട്ട് ഉള്ള അമ്പലം കാണിക്കാതെ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. പണി അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. പക്ഷേ ഇല്ല, ഇവിടെ ദിവ്യ നല്ല വെയിൽ കേട്ടോ. സമയം 10 മണിയാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും 10 മണി കഴിഞ്ഞ്. 10:30 11 മണി എങ്ങാനായി. കൊള്ളാം കേട്ടോ. ഞാൻ എപ്പോഴോ വന്നത്. ഞാൻ കാണിച്ചു തരാം ബാക്കി കാഴ്ച ഞാൻ കാണാം. എന്നെ കണ്ടിട്ട് തരിക മോനെ. എന്താ നാട്ടിൽ അങ്ങോട്ടേക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ താഴെ എത്തി ഗൈസ്. ഞാൻ കാണിച്ചാലേ എന്താ അവസ്ഥ ഒന്നും എനിക്കറിയാൻ പാടില്ല. ഒരു അമ്പലത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സംസാരിക്കുന്നുണ്ട്, അമ്പലമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഒച്ചയിൽ സംസാരിച്ചേനെ. പക്ഷേ ഞാൻ അങ്ങനെ സംസാരിച്ചാൽ ശരിയാവത്തില്ല.
അമ്പലം കൂടി ആയതുകൊണ്ട് ഞാൻ വേറൊരു കാഴ്ച കാണിച്ചില്ലേ ബേക്കത് കാണിച്ചിടാം. ചിണ്ടാക്കാൻ പറ്റില്ല, ഇവിടെ എല്ലാവരും ഉണ്ട്, അതാണ് ഞാൻ കാണുന്നത്. ഇത് ഇങ്ങോട്ട് മാറും. ഇതുണ്ടോ താമരക്കത്തെ പോലെ ഒരു പൂവേ വളരുള്ളൂ. അത് എടുക്കാം, പൂ എടുക്കും. ഞാൻ എടുത്തിട്ട് ഓൾറെഡി കുറച്ചുകൂടെ സുന്ദരി, കാണിച്ചില്ല അച്ഛനെ കാണിച്ചു ചൂടായിട്ട് നിൽക്കുക. അച്ചായി മന്ദം 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 കയറി. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഇരുന്ന് അമ്പലത്തിനുള്ളിൽ നമ്മൾ കയറിയിട്ടില്ല. ഫ്രണ്ട് റോഡ് കയറിയിട്ട് ബൈക്കിൽ കൂടെ വന്നു. കാരണം ചെന്നിട്ട് വേണം തൊഴുതിട്ട് ഇറങ്ങാൻ. എനിക്ക് വന്ന ഓർമ്മ പോലില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഇപ്പം ഞാൻ ഇറക്കൊരാദ്യമായിട്ട് പോലെ നോക്ക്, ബൈക്ക് കാണിക്കുക, നടപ്പാത കാണിക്കുക, നടപ്പാത കാണിക്കാതെ ബൈക്ക് കണ്ടോ, ഇതുണ്ടോ ബേക്കിൽ. അതുപോലെയാണ് ഫ്രണ്ടിലോട്ട് നോക്കുന്നത്. ഗൈസ്, ഞാൻ എൻ്റെ കയ്യിലെ ഫോൺ അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവ്യേൻ്റെ കയ്യിൽ ഫോണില്ല, അതുകൊണ്ട് ദിവ്യനെ ഗൈസ് ഇനി ഞാൻ മുന്നോട്ട് നോക്കി സംസാരിക്കാം. ഇല്ലെങ്കിൽ പാറക്കെട്ടിൽ വീണ് എൻ്റെ 16 റെക്കോർഡ് നടത്തേണ്ടി വരും. ഞാൻ കാണിച്ചു തരാതെ. ഒരു ഫോട്ടോ എടുത്തില്ലല്ലോ ദിവ്യ? ഞങ്ങളൊരു ഫോട്ടോ പോലും എടുക്കില്ല. സത്യം സ്ഥലം കണ്ടു. ഗൈസ്, ഞങ്ങൾ ക്യാമറ ഓഫാക്കിയത് അവിടെ ക്യാമറ അലൗഡ് അല്ല. അവിടെ ക്യാമറ അലൗഡ് അല്ല, കാരണം മറ്റേ ബലിതർപ്പണവും മറ്റേ മാലയൊക്കെ ഇടുന്നുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് ക്യാമറ ഞാൻ ഓഫാക്കിയത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോവുക. ഇപ്പം ഇറങ്ങിപ്പോയിട്ട് അപ്പുറത്തിലൂടെ ഒരു വഴിയുണ്ട്, ആ വഴിയിലൂടെ പോകണം. ശിവക്ഷേത്രം ശരിയാ, കുളിക്കുന്നിടത്ത് പറഞ്ഞാൽ അടി കിട്ടാൻ വയ്യ. എനിക്ക് കാണിച്ചു തരാവേ, പറയുന്ന കേൾക്കാൻ ചാൻസ് കുറവാണ്. കല്ലുകൾ പെറുക്കി വെക്കാതിരിക്കുക, കല്ലുകൾ പെറുക്കി വെക്കാതിരിക്കാനായിട്ടെല്ലാം കല്ലുകൾ പെറുക്കി വെച്ചേക്കുന്നു. എനിക്ക് ക്ഷേത്രം മഹാദേവൻ്റെ വെസ്റ്റ്. ദൈവമേ, കൊള്ളാം കൊള്ളടാം കൊള്ളാം. അത് പണി കിട്ടല്ലേ, അത് കീറും നിൽക്കാറ്. എൻ്റെ മെമ്മ തണുപ്പ തണുത്തിട്ട് ശരിമാതിരി വെള്ളം കൊണ്ട് പിടിച്ചതിനെപ്പോൾ കാണിക്കുന്നുണ്ട്. നീ ഫോൺ വിട്ടിട്ട് ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, ഫോൺ വിളിച്ചേ. വ്ളോഗാ, ഞാൻ പ്രാർത്ഥിക്കട്ടെ. വ്ളോഗിലുള്ളത് ഞാൻ പ്രാർത്ഥിക്കട്ടെ. നേരെയാണ്. എനിക്കെന്ന് പറഞ്ഞു കല്ല് പെറുക്കി വെക്കരുത്. കല്ല് പെറുക്കി അതെ, കല്ല് പെറുക്കി വെക്കരുത് ഗൈസ് എന്നവിടെ ബോർഡ് എഴുതിയിട്ട് മൊത്തം കല്ല് പെറുക്കി വെച്ചേക്കുക. ഇതുണ്ടോ? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കല്ല് പെറുക്കി വെച്ചല്ലേ. പിന്നെ അങ്ങനെ ബോർഡ് എഴുതിയ കല്ല് പെറുക്കി വെക്കാതിരിക്കുക. അറിയില്ലല്ലോ ദിവ്യ, ഇതിന് കല്ല് പെറുക്കി വെക്കുന്നുണ്ടോ? നമ്മൾ വെക്കാനേ പാടില്ല. ഓ, അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. പിന്നെ ഇവര് കല്ല് പെറുക്കി വെച്ചേക്കുന്നത് അല്ല, ബോർഡ് എന്തിനാ അങ്ങനെ? എന്നടെ ബോർഡ് അങ്ങനെ ഇതുണ്ടോ? വെക്കാതിരിക്കുക. ആ, നമുക്കറിയില്ല. ആഹാ, ദിവ പേടിച്ചിട്ട് ഓടിയിട്ടേ, ഭയന്നിട്ട് രണ്ടിനും ഒഴിവാക്കി. ഇനി ഇത് രണ്ടും അല്ല, അതാണ് അതാണ് സത്യം. പേടിയാണ്, ഭയം.
അങ്ങനെ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങുവാണ്. പയ്യെ മടത്തേ മുണ്ട കഴിഞ്ഞു പോയിരുന്നു എൻ്റെ ഇതുണ്ടോ. ഞാൻ കാല് മുണ്ടും മടക്കി വെച്ചു. മടത്ത് കയറി അമ്പലത്തിൽ വളം വെക്കാൻ തുടങ്ങിയാണ്. വലം വെച്ചിട്ട് പണി നടന്നുകൊണ്ടിരിക്കും കേട്ടോ. അമ്പലത്തിൻ്റെ കാണിച്ചതേ ഇതുണ്ടോ, പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചത് ഒരു ഷൂട്ട്. അമ്പലത്തിൽ പണി ഇങ്ങനെ നടക്കുമോ? താങ്ങാൻ രസമുണ്ടല്ലേ. ചുറ്റും ഒരു വലിയ മല, ഇതുണ്ടോ, എന്താ രസം. ആൾക്കാർ കുറേ പേരുണ്ടെന്ന് തോന്നുന്നു. ആൾക്കാരുടെ കുറച്ച് നമ്മൾ വന്നപ്പോൾ കഴിഞ്ഞിട്ടാണ്. അങ്ങോട്ടേക്ക് ആൾക്കാരുണ്ട്. ഞാൻ ഫോണും കൊണ്ട് പോകുന്നില്ല. ഞാൻ ഫോൺ ഓഫാക്കിയിട്ട് പോയി. ഇത് പണി നടക്കും കേട്ടോ. ഇത് എത്ര നേരം ഉള്ളിൽ കയറാൻ പോയിട്ടുണ്ട്. ഞാൻ കയറില്ല. അമ്പുവിൻ്റെ ഫോട്ടോഷോട്ട് അപരതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മല നോക്കി നല്ല രസമില്ലേ? സൈഡ് ആംഗിളൊന്നും വേണ്ട. സൂം കുറയ്ക്കും. പോട്ടെ ഗൈസ്, നല്ല വെയിലായിരുന്നു. വെയിലായതുകൊണ്ട് മുഖത്തൊക്കെ ദോഷം പാടൊക്കെ വന്നു. കാരണം മുഖത്തൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അവർക്ക് കുഴപ്പമില്ല. എൻ്റെ മുഖം നല്ല പാടായിരുന്നു. ഓക്കെ, എല്ലാ മുഖത്തുണ്ട് പാട്. പിന്നെ ഇവിടെ കുറച്ച് ചന്ദനം കൂടിപ്പോയി. അമ്പലത്തിൽ കുറച്ച് നാൾ കൂടി വന്നോണ്ട് അതിൻ്റെ ഒരു ചേട്ടനെന്തോ ഇങ്ങനെ ഇരിക്കുന്നത്. ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുക. കട്ടൻ ചായയും പരിപ്പോടെ എന്തെങ്കിലും കഴിക്കാൻ പാ. ചായ കുടിച്ചിട്ട് കയറാം. പഴമ്പൊരിയൊക്കെ കഴിക്കുന്നുണ്ട്. മുട്ടയുണ്ട്, പഴമ്പരിയുണ്ട്. മോഗിന് വേണ്ടി ദിവ്യ എനിക്ക് ഞാൻ പരിപ്പോടെ തരാമെന്ന് പറഞ്ഞു. അപ്പോഴും മതി. ഗായ്സ് പറ, എന്താ കാര്യം പറ. ഇനി നമ്മൾ പോകുന്നത് ഏതോ ഒരു പുഴ എന്നാ പറഞ്ഞത്. കറക്റ്റ് എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. അങ്ങോട്ടേക്ക് അമ്പൂര് ഏതൊക്കെയോ വഴി കൂടി ഏതാ പുഴ വന്ന് കണ്ടുപരിച്ചുണ്ട്. മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമല്ലേ പാണ്ടിപ്പടൽ. മറ്റേ ഹൽസോനും അതുപോലുണ്ട്. അവിടെ എല്ലാം കുളിക്കാടാ. നമ്മൾ പിള്ളേർ മീൻ പിടിക്കുന്നതാണ്. ചില ചൂണ്ടിടാൻ നോക്കിയോ. മീനുണ്ടോ? അവനോട് ചോദിക്കണം. അവിടെ മീൻ കിട്ടിയോടാ നമുക്ക്? മീൻ കിട്ടിയോ? എവിടെ? അവൻ പിടിച്ച മീനെ കാണിച്ചല്ലേ. ഈ വലിയ മീൻ്റെ പേരെന്നടാ. കുപ്പിയിൽ ഇതാക്കിയിട്ട് അങ്ങനെ ഇടും. അതിൽ ചെറിയ മറ്റേ പൊടി ഇടും. കണ്ട് ഇവിടെ മൊത്തം വീടും. അപ്പുറത്ത് നോക്കിയേ നല്ല ഗ്രൗണ്ടും. ഫോട്ടോ എടുക്കുന്ന പരിപാടിയിലാണ്. അമ്മ ഫോട്ടോ എടുപ്പ്. അമ്മക്ക് പോസ് കൊടുത്തേക്കാം. അന്നേരം എൻ്റെ മുഖം ഒന്നും കാണണ്ട കേട്ടോ. കാരണം കാറ്റൊക്കെ അടിച്ച് കണ്ണൊക്കെ ഏതോ ഒരു അമ്പലത്തിലേക്ക് രണ്ട് സൈഡും ഞാൻ പറയട്ടെ. പിന്നല്ലാതെ ലോങ് വീഡിയോ ഒക്കെ അല്ലേ. അയ്യ, അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നല്ലേ. ഫേസ്, ഞങ്ങളുടെ ഫേസും ശ്രദ്ധിക്കണം. കാരണം കാറ്റൊക്കെ അടിച്ച് കണ്ണയിലെ കരിയെല്ലാം ഇളകി വല്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ ഒരു അമ്പലത്തിൽ പോയി തിരിച്ചിപ്പോൾ അടുത്ത അമ്പലത്തിലോട്ട് വരികയാണ്. ശ്രീ കാളീശ്വരി ക്ഷേത്രം. ഒച്ചുണ്ടാക്കല്ലേ ഗൈസ്. അപ്പം നമ്മൾ അമ്പലത്തിലെത്തി. അമ്പലത്തിലെത്തി ഗൈസ്. ഇതാണ് അമ്പലം. ഇതാട്ടോ അമ്പലം. നോക്കിയേ, ഇത് ഭംഗിയാ. ഞാനപ്പോൾ അമ്പലത്തിലേക്ക് കയറാൻ പോവാണ്. ഹെൽമെറ്റൊക്കെ നമ്മളിവിടെ വെച്ച് നമ്മൾ അമ്പലത്തിൽ കയറുവാണ്. ദിവ്യ ചെയ്തുണ്ടോ? ഞാൻ അമ്പലത്തിലോട്ട് കയറിയിട്ട് വരാം ഗൈസ്. അമ്പലം ഇതാട്ടോ അമ്പലം. ഞാൻ പ്രാർത്ഥിക്കുവാണ്. 2 മിനിറ്റ് ഫോണോട് വെക്കാം. നല്ല ആനപ്പണ്ടുണ്ട് കേട്ടോ. ഇതാ ആന അമ്മാൻ്റെ പണ്ടായിട്ട് വെച്ചിട്ടുണ്ട്. ആളില്ലെന്ന് വിചാരിച്ചിട്ടേ കയറി. അപ്പോൾ കുറേ പേര് അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളപ്പോൾ കുറേ പേരൊക്കെ ഉണ്ട്.
നമ്മളോട് ആൾക്കാരില്ലെന്ന് വെച്ചിട്ടാണ് കയറാതിരുന്നത്. ചെക്ക് ആൾക്കാരില്ലെന്ന് വെച്ചിട്ട് കയറാതിരുന്നു. ഇപ്പം എല്ലാവരും വീഴാൻ അവർ താഴെ എത്തി തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ആ അമ്പലം കണ്ടു. അപ്പോൾ 2 അമ്പലത്തിൽ നമ്മളിന്ന് കയറി. ദിവ്യ താഴെ പോയിട്ടാ. അപ്പം ഇടയ്ക്കിടയ്ക്ക് അപ്പം വരുന്നു വായിന്ന്. നല്ല വ്ളോഗ് എടുക്കാൻ ശ്രമിക്കുക. അധികം കാഴ്ചയൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം ചാർജ് നിൽക്കുന്നില്ല ഫോണിൽ. എന്താ അറിയാൻ പാടില്ല, തീരെ നിൽക്കുന്നില്ല. ഇപ്പോൾ 95 കൊണ്ട് വന്നിട്ട് ഇപ്പം തന്നെ 36 അങ്ങാനമായി. അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ നല്ല വീഡിയോ ആയിട്ട് കാണാനല്ല, നല്ല വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ ദിവ്യ ആനപ്പണ്ടായിരുന്നു അമ്പലത്തിൻ്റെ സെൻറ്ററിൽ. നമ്മൾ ഒരു വണ്ടി, ഞങ്ങളാണ് ഫസ്റ്റ് വണ്ടി എടുത്തത്. അപ്പോഴത്തേക്ക് ഇവിടെ എത്ര വണ്ടി ഇതുണ്ടോ? അപ്പോഴത്തേക്ക് മൊത്തം വണ്ടികളെ കൊണ്ട് ആരെങ്കിലും ഗായ്സ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നു, മടുത്ത്. അപ്പോൾ വീഡിയോ മര്യാദയ്ക്ക് കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞങ്ങൾ ഡാൻസ് കളിച്ച സ്ഥലം കേട്ടോ, മറ്റേ വീഡിയോ. അപ്പോൾ ശരിക്കും അങ്ങനെ വീഡിയോ എടുത്തോന്ന് ചോദിച്ചാൽ എടുത്തില്ല, കാരണം മര്യാദയ്ക്ക് എടുക്കാൻ ചാർജും തീർന്നു ഫോണിൻ്റെ. എൻ്റെ അമ്മ പകുതി സ്ഥലത്തേക്കുണ്ടല്ലോ ക്യാമറ അലോഡല്ലായിരുന്നു. അപ്പം വേറൊരു വ്ളോഗായിട്ട് വേറെ ദിവസം കാണാവേ. ഓക്കെ ദിവ്യ, അപ്പോൾ ബൈ. ഓക്കെ ആയിട്ട് വേറെ ദിവസം കാണാം. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.